തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാത്തതിൽ കോർപ്പറേഷനിലേക്ക് BJP പ്രവർത്തകരുടെ പ്രതിഷേധം. കോർപ്പറേഷനകത്തേക്ക് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചു. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രതീഷ്, ഈ വലിയ പങ്കാളിത്തമുണ്ടോ പ്രവർത്തകരുടെ ഈ പ്രതിഷേധത്തിന്? ഇപ്പോൾ എന്താണ് അവിടെ കാഴ്ചയിലൊക്കെ? പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്നുണ്ട്, ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ ഇപ്പോൾ? സ്മിത, തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് BJP ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കോർപ്പറേഷനിൽ ഭരണം സ്തംഭിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച്. 2 തവണ പ്രവർത്തകർക്ക് നേരെ നിലവിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പോലീസ് തടഞ്ഞിട്ടുണ്ട്. വലിയ തരത്തിലൊരു പ്രതിഷേധമാണ് നിലവിൽ മേയർക്കെതിരെയും തിരുവനന്തപുരം കോർപ്പറേഷനെതിരെയും ഉയരുന്നത്. ഇത് പ്രധാനമായും മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തുന്നതിൽ കോർപ്പറേഷൻ പരാജയപ്പെട്ടു. കൃത്യമായി മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താത്തത് കൊണ്ട് തന്നെ തിരുവനന്തപുരം മുഴുവൻ വെള്ളക്കെട്ടിൽ അകപ്പെട്ടു എന്നതാണ് BJP ആരോപിക്കുന്ന കാര്യം. ഇതടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചാണ് നിലവിൽ BJP ജില്ലാ കമ്മിറ്റി കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ഈ കോർപ്പറേഷന് തൊട്ട് മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞിരുന്നു. ബാരിക്കേഡ് മറികടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം തടയുന്നതിനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. പിന്നീട് രണ്ടാമതും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ജലപീരങ്കി പ്രയോഗിച്ചു. കോർപ്പറേഷനുള്ളിലേക്ക് കടക്കാനുള്ള പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പല ശ്രമങ്ങളും ഉണ്ടായി. ഇത് പോലീസും ഇടപെട്ടാണ് ഈ പ്രവർത്തകരുടെ ഈ ശ്രമം തടഞ്ഞത്. ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. ബാരിക്കേഡിന് മുകളിൽ കയറിയും പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട്. മേയർ രാജിവെക്കണമെന്നതാണ് പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ കോർപ്പറേഷനിൽ നിലവിൽ ഭരണം സ്തംഭിച്ചിരിക്കുകയാണ്. അതാണ് ഇവർ ഉയർത്തിക്കാട്ടുന്ന കാര്യം. സ്ത്രീകളടക്കം ബാരിക്കേഡിന് മുകളിൽ കയറിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നടക്കുന്നത്. ഇപ്പോൾ വീണ്ടും ബാരിക്കേഡ് മറച്ചിടാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. മറുവശത്ത് ഇത് തടയാനും ഈ ബാരിക്കേഡ് മറിച്ചിടാതിരിക്കാനുള്ളൊരു ശ്രമമാണ് പോലീസിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനുള്ളൊരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. കാരണം 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. 100ഓളം പ്രവർത്തകരാണ് നിലവിൽ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കാളികളാകുന്നത്. വലിയ തരത്തിലൊരു പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ കുറെ നാളുകൾക്ക് ശേഷം ഇത് ആദ്യമായാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടാകുന്നത്. നേരത്തെയും നിരവധി സമരങ്ങൾ BJPയുടെ നേതൃത്വത്തിലടക്കം നടന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ആരോപിച്ചുകൊണ്ട് BJP പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ബാരിക്കേഡ് മറിച്ചിടാനുള്ള പ്രവർത്തകരുടെ ശ്രമമാണ്. കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറുവശത്ത് പോലീസ് ഇത് തടയാനുള്ള ഒരു ശ്രമം പോലീസിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് വലിയൊരു പ്രതിഷേധം കോർപ്പറേഷന് മുന്നിലേക്ക് BJP പ്രവർത്തകർ നടത്തുന്നത്. പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടാകുന്ന സാഹചര്യവും അവിടെ കാണാൻ കഴിയുന്നുണ്ട്. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രതിഷേധത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.